ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, അവന് നിങ്ങളോടുള്ളത് ഒരു ആത്മാർത്ഥമായ സ്നേഹമല്ല, ഫേക്ക് ലവ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷന് നിങ്ങളോട് ശരിക്കും ഒരു യഥാർത്ഥമായിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്നേഹമില്ല, പ്രണയമില്ല. പകരം അവർ ശരിക്കും ഇപ്പോൾ അഭിനയിക്കുകയാണ് മറ്റെന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു ഫേക്ക് ലവ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിനുള്ളൊരു 4-5 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം നമുക്ക് അവരുടെ ആത്മാർത്ഥമായ സ്നേഹമുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് അവരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ അവർ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നമുക്കറിയാൻ പറ്റുന്നില്ല അവർക്ക് നമ്മളെ ഇഷ്ടമല്ല, അഭിനയിക്കുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കാം അവർക്ക് നിങ്ങളോട് ശരിക്കും ഉള്ളൊരു പ്രണയമാണോ അതല്ലെങ്കിൽ ഒരു ഫേക്ക് ലവ് ആണോ ഉള്ളത് എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അതായത് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു സൈനായിട്ട് എടുക്കാം. കാരണം യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളൊക്കെ െങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. അത് എത്ര വലിയ കാര്യമാണെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കാറുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിലും അവരുടെ ഫാമിലിയിലെ കാര്യങ്ങളെങ്കിലും പരസ്പരം ഷെയർ ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെക്കുറിച്ച്, അവരുടെ ഡെയിലി ലൈഫിനെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു കാര്യവും നിങ്ങളുമായിട്ട് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ കാര്യമാണ്. നിങ്ങളോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഇതൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഒരു പ്രണയം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുക, എങ്ങനെയൊക്കെ ഒരാളെ ഒരു പ്രണയിനി എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ചിന്ത മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചിന്ത കൊണ്ട് ആയിരിക്കാം ഈ ഒരു ഫേക്ക് ലവുമായിട്ട് അവർ നിൽക്കുന്നത് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്ക്യൂസുകൾ ഭയങ്കരമായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ടായിരിക്കും എന്നുള്ളത്. ഏതൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവരൊന്ന് കാണാൻ വരാമെന്ന് പറഞ്ഞു, വരാൻ പറ്റിയില്ല, എക്സ്ക്യൂസ് ആയിരിക്കും പറയുന്നുണ്ടാവുക. അതേപോലെ ഒന്ന് വിളിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, അതിന് വേറൊരെണ്ണം പറയുന്നുണ്ടാവും. ഇത്തരത്തിൽ എക്സ്ക്യൂസുകൾ എപ്പോഴും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. അത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അല്ല, എപ്പോഴും ഈ സംഭവം തന്നെയാണുള്ളത്. അതായത് എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അല്ലെങ്കിൽ വരാൻ പറ്റില്ല കേട്ടോ, ഇത് അതുകൊണ്ടാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ എക്സ്ക്യൂസുകൾ അവർ പറയുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഒരു പോയിന്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് നിങ്ങളെ ആവശ്യമുള്ള സമയത്ത് മാത്രം അവർ വളരെ സ്വീറ്റ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കും എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ചിലപ്പോൾ അവർക്ക് തീരെ താല്പര്യമില്ലാത്തതുപോലെ തന്നെ ആയിരിക്കും അവർ പെരുമാറുന്നുണ്ടാവുക. പക്ഷേ നിങ്ങളെ ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യം നടക്കണം എന്നുള്ള സമയത്ത് മാത്രം നിങ്ങളോട് ഭയങ്കര സ്നേഹത്തോടെയും ഭയങ്കര സ്വീറ്റായിട്ടും സംസാരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും. അങ്ങനെയാവും സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഇത്ര നാൾ ഞാൻ വിചാരിച്ചത് എന്തൊക്കെയോ സ്നേഹക്കുറവുണ്ട് എന്നുള്ളതാണ്, പക്ഷെ ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി, ഇപ്പം എനിക്ക് ഉറപ്പായി എന്നോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ വിചാരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ആ സമയത്ത് അങ്ങനെ അഭിനയിക്കുന്നുണ്ടാവുക, ഭയങ്കര സ്വീറ്റായിട്ടും അത്രയും സ്നേഹമുള്ളതായിട്ട്. കാരണം അതിൻ്റെ പുറകിൽ അവർക്ക് മറ്റെന്തോ ആവശ്യങ്ങളുണ്ട്, അപ്പം അത് നടത്തിയെടുക്കണം എന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ ബാക്കി എല്ലാ സമയങ്ങളിലും ഒരു തീരെ പരിചയമില്ലാത്ത ആളുകളെ പോലെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത, തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ പോലെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഭയങ്കര സ്നേഹമായിട്ട് കാണിക്കുന്ന ചില സമയങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് മറ്റെന്തെങ്കിലും ആവശ്യമായിട്ട് അവർ വരാറുണ്ട്. അപ്പം ഈ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും അത് യഥാർത്ഥ സ്നേഹമല്ല, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവരങ്ങനെ ആ രീതിയിൽ പെരുമാറുന്നുണ്ടായിരിക്കുക എന്നുള്ളത്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതിനോടൊന്നും അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല. ഇതിനെക്കുറിച്ച് ചോദിച്ചറിയുക, മീൻസ് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ചോദിച്ചറിയുക, ഒന്നും അവർ ചെയ്യണ്ടാവില്ല. അതേസമയം നിങ്ങൾ അവരെക്കുറിച്ച് പറയുകയാണെങ്കിലും അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, തീരെ ഇഷ്ടമില്ലാത്ത പോലെ ആയിരിക്കും അവർ പെരുമാറുന്നുണ്ടായിരിക്കുക. കാരണം ഇതൊന്നും അറിഞ്ഞിട്ട് അവർക്ക് വലിയ കാര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങളെ കല്യാണം കഴിച്ചിട്ടൊക്കെ ജീവിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ കുറിച്ച് അറിയുന്നുണ്ട്, പ്രയോജനം ഉണ്ടെന്ന് പറയാം. ഇതിപ്പോൾ അങ്ങനെ ഒരു ചിന്തയൊന്നും അവരുടെ മനസ്സിലില്ലല്ലോ. അതായത് കല്യാണം കഴിക്കണം എന്നുള്ള ചിന്തയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. സോ അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ വെറും വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സംസാരങ്ങളാണെന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അതിനുള്ള താല്പര്യം അവർ കാണിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ കുറിച്ച് ചോദിച്ചറിയുകയോ അങ്ങനെ ഒരു താല്പര്യവും ഇല്ല അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ. ഇങ്ങനെ നമ്മുടെ ഫാമിലിയെ കുറിച്ച് അറിയാനൊന്നും താല്പര്യമില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ ടോപ്പിക്ക് വേഗം അവസാനിപ്പിക്കാൻ നോക്കുകയാണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ അതിനോട് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത എന്നുള്ള രീതിയിലായിരിക്കും അവർ പെരുമാറുന്നുണ്ടായിരിക്കുക. ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസിന് യാതൊരു വിലയും അവർ തരുന്നുണ്ടായിരിക്കില്ല.
അത് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് കേട്ട ഒരു രീതിയിൽ പോലും അവർ നിങ്ങളോട് പെരുമാറില്ല എന്നുള്ളത്. അതായത് കേൾക്കാത്ത ഭാവമായിരിക്കും അവർ കാണിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ പറയുന്ന ഒപ്പീനിയൻസിനൊന്നും യാതൊരു വാല്യൂ ഉണ്ടാവില്ല, നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പറയുന്നതിനോടൊന്നും അവരൊരു ശ്രദ്ധയും തരുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. മറ്റെന്തെങ്കിലും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ അവർ പെരുമാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നതും നമ്മളോട് ഇഷ്ടമല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവരുടെ പെരുമാറ്റത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക അവർക്ക് നിങ്ങളോട് താല്പര്യമില്ല, ഫേക്ക് ലവ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലൊരു ഫേക്ക് ലവ് അവർ കാണിക്കുന്നുണ്ടായിരിക്കുക. സോ അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതേസമയം നിങ്ങൾക്ക് അവരത്രയും ഇഷ്ടമാണ്, അവരില്ലാണ്ട് പറ്റില്ല, അപ്പോൾ എനിക്ക് ആ ഒരാളെ എങ്ങനെയും ഒന്ന് സ്നേഹിച്ചാൽ മതി, അപ്പോൾ എനിക്ക് അത്രയും സന്തോഷമാകും, എൻ്റെ ലൈഫിൽ അത് മാത്രം മതി, അവരെ കിട്ടിയാൽ മതി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ സൈനുകളെല്ലാം കാണുന്നുണ്ട്, പക്ഷെ അവരെന്നെ വേണം താനും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന് ഒരു സൊല്യൂഷൻ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലാണ് അത് ഓക്കെ ആവുക, അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്